ഹലോ കൂട്ടുകാരെ, ഞാനാണെങ്കിലേ കഴിഞ്ഞ ദിവസം കിട്ടിയ കോവയ്ക്കില്ലേ, അതിനകത്ത് ഞാൻ കുറച്ചെടുത്ത് ഞാൻ അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞെടുത്തു. ഞാനത് കുറച്ച് ഉപ്പും പുരട്ടി, ഇച്ചിരി ഉപ്പും ഇച്ചിരി കായപ്പൊടിയും കൂടെ പുരട്ടി ഒരു മണിക്കൂറോളം വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകല്ല, ഞാനാണെങ്കിൽ വലിയ കാന്താരി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ വലിയ കാന്താരിയും കൂടിയാണ് എടുത്തത്. വെളുത്തുള്ളി വലിയ കാന്താരിയും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എണ്ണ ചൂടായിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കുറച്ച് ഉലുവയും കൂടെ. അപ്പം വെളുത്തുള്ളി ഇഞ്ചി വേണം, ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ കോവയ്ക്കൊക്കെ അച്ചാറിട്ട് നോക്കണം കേട്ടോ. ഞാനിതുപോലെ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് അച്ചാർ അപ്പം തന്നെ ഇടണം. പക്ഷെ ഒരു ദിവസം ഇതൊന്ന് പുരട്ടി വയ്ക്കുവായിരുന്നു, ഇച്ചിരി കൂടെ നല്ലതായിരുന്നേ. എനിക്കിത് കൈ കിട്ടിയപ്പോൾ അപ്പം തന്നെ അച്ചാറിടണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കാന്താരി മുളക് കൂടി ഇട്ട് കൊടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാന്താരി മുളക് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇത് പൊട്ടി നമ്മുടെ മേത്തോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനാണെങ്കിൽ ഇത് വെച്ച ഉടനെ ഓടിപ്പോയില്ല, വേഗം തന്നെ ഞാൻ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പൊട്ടി തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. പൊട്ടി തീർന്ന പരുവാണ് കേട്ടോ ഈ കാണുന്നത്. ഒരിത്തിരി നേരം കൂടി ഒന്ന് ആകട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഏകദേശം ഒരുമാതിരി മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയെല്ലാം റെഡിയാക്കി എടുക്കാൻ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് അതായത് മൂപ്പായിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി നിറം മങ്ങി, കാന്താരിയൊക്കെ ഇച്ചിരി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഞാനിടുന്ന രീതിയാണ് കേട്ടോ ഇങ്ങനെ. ഞാൻ ഇന്നാളും ഇതുപോലെ ഇട്ടായിരുന്നേ. കോവയ്ക്ക കൂടുതൽ കിട്ടിയപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കിളുന്ന് മാത്രം നോക്കിയെടുത്ത്, കിളുന്നാണെന്ന് പറഞ്ഞ് എടുത്തതൊക്കെ ഇച്ചിരിയൊക്കെ മൂപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് സാരമില്ല. ഞാനതെല്ലാം എടുത്ത് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും കൂടെ. അപ്പോൾ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരിക്കണം, കാരണം വേണമെങ്കിൽ നമുക്ക് ഈ ചാറ് പരുവത്തിലാകുമ്പോൾ ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. തീ ഒരുമാതിരി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വിനാഗിരി ഒന്ന് തിളയ്ക്കുന്നവരെ ആ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഈ അരപ്പിനൊരു ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആ ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കാമേ. അതിനകത്ത് വേപ്പില ഇട്ട് കൊടുത്തായിരുന്നു. വേപ്പില ഇട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ല, വേപ്പിലയൊന്നും ഇല്ല, കാണാനും മാത്രം ഇല്ലായിരുന്നു. ഇച്ചിരി വേപ്പില അവിടെ നിന്ന് കിട്ടിയത് ഞാൻ ഇട്ടതാണ് കേട്ടോ. എൻ്റെ വേപ്പില കിളുത്ത് വന്നത് ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് അത് ഒഴിച്ച് ഇതുകൂടി ഇട്ട് കൊടുത്ത് കേട്ടോ. കോവയ്ക്ക് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് അടച്ചു വയ്ക്കാം. ഇച്ചിരി ഒന്ന് മാടിയില്ലെങ്കിൽ ഇതിനൊരു നമ്മൾ കിടകിടാന്ന് കടിക്കും. അപ്പോൾ നമുക്കതൊരു സുഖമാകില്ല. ഒന്ന് വേവട്ടെ കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഒത്തിരി നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടേ. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മതി. ഒത്തിരി അങ്ങ് വഴഞ്ഞു പോയാൽ ഇത് പെട്ടെന്ന് അലത്തി പോകും. ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം ഏകദേശം മതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരി കൂട്ടുകാരെ, വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക്